ഈ ഫയർഫോഴ്സ് കൂടെ വരട്ടെന്ന SP പറയുന്നത്. ഇവിടെ ഒരു ബോട്ടോ വള്ളമോ വല്ലതും കിട്ടുമോ? ഇവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാ? അത് പഴയതാണല്ലോ സാർ, 5-8 വർഷമായി വെള്ളത്തിലിറക്കിയിട്ട്. അത് സാരമില്ല, അതൊരു ബോട്ടാണല്ലോ. ബോട്ടാണ്. എവിടെ ഇട്ടിരിക്കുന്നത്? അത് ആ ഷെഡിലുണ്ട്. ഒരു ബോട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. വരൂ. കമോൺ. ഇത് കുഴപ്പമില്ലല്ലോ, കുറച്ച് പെയിന്റ് പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. നല്ല കണ്ടീഷനാ. ഇത് മതി. അതെ, നിങ്ങളിങ്ങനെ വന്നേ, ഒന്ന് ഓടി വാടോ. പിന്നെ ഇതിനൊന്ന് തള്ളി വെള്ളത്തിലോട്ട് ഇറക്കണം. അതെ, നമ്മുടെ സ്റ്റോറില് വല്ല ഉരുളൻ തടിയോ അങ്ങനെ വല്ലതും ഉണ്ടോന്ന് നോക്കിയേ. വരൂ, നമുക്ക് ഈ ബോട്ടിൽ കയറി അങ്ങോട്ട് ചെല്ലാം. അല്ല DFO, ഈ മുതലയുടെ സൈക്കോളജി എങ്ങനെയാ? നമ്മൾ വല്ല പാട്ടിയോ മറ്റോ വെച്ച് തട്ടി ശബ്ദം ഉണ്ടാക്കിയ അത് പിന്മാറും. അത് പിന്നെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താണോ സർ? വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടാവോ ഇവിടെ? ഏത് മരത്തിലാ കുടുങ്ങിയത്? അതാണ് മരം. ഓഹോ, വന്നേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു മുതല അവിടെ കിടപ്പുണ്ട്. മുതലേ? അല്ല, അത് കുഴപ്പമില്ല. നിങ്ങളതിൽ വാട്ടർ ടിക്കി ഉണ്ടല്ലോ, അതിറക്കണം. നമുക്ക് വല്ല വെടിവെച്ച് വിരട്ടിയോ പാട്ട കൊട്ടി ശബ്ദം ഉണ്ടാക്കിയോ അതിന് ഓടിക്കാം. വാട്ടർ ടിങ്കിയാ? ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് പോലുമില്ല, പിന്നല്ലേ ഞങ്ങളുടെ അടുത്ത്. പിന്നെന്തിനാ വലിയ ലാറിയും കൊണ്ടിങ്ങോട്ട് പോകുന്നത്? ലോറി അല്ല, എഞ്ചിൻ. എഞ്ചിൻ കൊണ്ടുവന്നതിന് പല ഉദ്ദേശങ്ങളും കാണും. വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ വെള്ളത്തിന് നടക്കണമെന്ന്. ഇപ്പൊ നമ്മള് കുറ്റക്കാരായി. മരത്തിൽ കുടുങ്ങിയത് രക്ഷിക്കാനായിട്ട് ഇതാ റോപ്പുണ്ട്, കട്ടറുണ്ട്, വണ്ടിയിൽ ലാഡറുണ്ട്. അപ്പൊ വാട്ടർ ടിങ്കി ഇല്ല? ഇല്ല. ശരി, റോപ്പ്, കോപ്പ്, ലാഡർ, ആവശ്യമില്ലാത്ത എല്ലാം. ആവശ്യമുള്ള വാട്ടർ ടിങ്കി ഇല്ല. ഞങ്ങളുടെ ഇത്രയൊക്കെ ഉള്ളൂ. അതെ, ഈ ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞ ബോർഡ് എഴുതി വെച്ചോണ്ട് കാര്യമില്ല. രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ വേണം. ആ സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് സംവിധാനങ്ങളാണ്? മരത്തെ കുടുങ്ങി രക്ഷിക്കേണ്ടത് നിങ്ങളുടെ പരസ്പരം മലക്കടിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ കയ്യിൽ ഡിങ്കി ഇല്ല. ഡിങ്കി ഇല്ലാതെ ഇവർ വന്നിരിക്കുന്നത്. ഡിങ്കിയില്ലേ? അല്ല, ഡിങ്കിയോ? അതെന്താ? എയർ നിറക്കുന്ന ബലൂൺ ബോട്ട്. ഓ, അതില്ലാതെ എങ്ങനെ അക്കരയ്ക്കെത്തും? അപ്പൊ ഒരു ബോട്ട് സംഘടിപ്പിക്കണം. ബോട്ട്? ഇവിടെ ബോട്ടൊന്നുമില്ല. ഒരു ബോട്ടുണ്ട്, ബോട്ടിനേക്കാൾ വലിയ ഓട്ടയുമായിട്ട്. എന്നാ വല്ല വള്ളമായാലും മതി. മണല് വരുന്ന വെള്ളമില്ലേ, അത് കിട്ടിയാലും മതി. അപ്പൊ നമുക്ക് അവിടെ എത്താൻ പറ്റും. മണല് വരുന്ന വെള്ളത്തിലൊക്കെ ഇപ്പൊ എവിടെ പോവാനാ? കുറച്ചു നാളായിട്ട് ചിലരൊക്കെ പണി മണല് പിടിക്കലും പിടിച്ച മണല് വള്ളത്തോടെ പുഴയില് താത്തലും അല്ലേ. പിന്നെ എവിടെയാണോ മണല് വാരണ വള്ളം? അല്ല, ഈ വള്ളം ഇല്ലാണ്ട് എങ്ങനെയാ മുതലേ പിടിക്കുക? മുതലേനെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ചിട്ട് പോടോ, ഞങ്ങള് കാണിച്ചാൽ എങ്ങനെ പിടിക്കണമെന്ന്. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല. ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാനാണെങ്കിൽ എനിക്കറിയാം മുതലേ എങ്ങനെ പിടിക്കണമെന്ന്. പിടിക്കും. ഒരു കൊടിച്ചിപ്പട്ടിനെ പിടിക്കാൻ കഴിവില്ലാത്ത താനാണ് ഇനി മുതലേനെ പിടിക്കാൻ നടക്കുന്നത്. കൊടിച്ചിപ്പട്ടി നിന്റെ അച്ഛന്റെ സമാധാനം പാലിക്കുക. ഇതൊന്ന് നിയമസഭയോ? താനിങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ഈ തോക്കും തൂക്കിയിട്ട് അടുത്ത ജന്തുവിനെ വെടിവെച്ച് കൊല്ലണോ? ഈ തോക്ക് ഇങ്ങനെ വെറുതെ തൂക്കിയിട്ടിരിക്കുകയല്ല. ഇവിടെ നിന്ന് വെടിവെച്ചാൽ റേഞ്ച് കിട്ടത്തില്ല. അഥവാ റേഞ്ച് കിട്ടിയാൽ തന്നെ ഇതിന്റെ ഉണ്ട് ആ മുതലയുടെ തൊലി തുളച്ച് അകത്ത് കയറത്തില്ല. അല്ലെങ്കിലും തന്നെ കൊണ്ടൊന്നും ഒരു ചുക്ക് നടക്കില്ല. വെറുതെ തോക്കും തൂക്കിട്ട് തേരാ പറഞ്ഞോ. എടോ, ഒരിക്കലെങ്കിലും തോക്ക് പറയുന്ന ഊരിയല്ല അറിയുള്ളൂ. അതിന് റേഞ്ച് ഉണ്ടോന്ന്? റേഞ്ച് ഇപ്പൊ ഞാൻ ഇങ്ങനെ വെടിവെച്ചാ മതിയാ? കയറുകൊണ്ടൊരു കുരുക്കിട്ട് മുതലയെ കുടുക്കിയാലോ? ശരിയാവൂല. യെസ്, വലയിട്ട് പിടിക്കാം. പക്ഷേ മുതലയുടെ അടുത്തോട്ട് എങ്ങനെ എത്തും? മുതലയുടെ അടുത്തോട്ട് പോണ്ട, അവനെ ഇങ്ങോട്ട് വരുത്താം. ഒരു വാർപ്പ് സംഘടിപ്പിക്കണം. നല്ല ഫ്രഷ് മീൻ കൊണ്ടുവന്ന് മുതലയ്ക്ക് ഇട്ടു കൊടുക്കണം. അതും അതിൻ്റെ അടുത്ത് നിന്ന് വലിയൊരു വീശുവല വേണം. മീൻ ഇട്ടുകൊടുത്ത് മുതലയെ വലയുടെ അടുത്തേക്ക് ആകർഷിക്കണം. മീൻ കഴിച്ചാഹ്ലാദിച്ച് മുതല ഇങ്ങനെ വരും.
അപ്പൊ തന്നെ വല വീശണം. വല വീശ്! വലയ്ക്കുള്ളിൽ കിടന്ന് മുതലെ ഇങ്ങനെ പിടയ്ക്കും. സാഹസികമായി മുതലയെ കീഴടക്കി അവരെ രക്ഷിച്ചത് ഞാനാണെന്ന് ലോകം മുഴുവനും അറിയും. പ്രമോഷൻ ഉറപ്പ്. ചാനലുകാർ വന്നിട്ടുണ്ട്. ചാനലുകാർ വന്നോ? ഓ, ഈ ചാനലുകാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അവരിവിടെ വന്നോ? ശ്ശേ, താൻ വയ്ക്കോ, അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. ചെല് ചെല് ചെല്. ഓക്കെ. മുതലയെ കാണാൻ പറ്റുന്നുണ്ടോ? സാർ, ഞാൻ മുതലേ കാണുന്നുണ്ട് സാർ. ആ ആ, സാർ, ഞാൻ മീനിട്ട് കൊടുക്കട്ടെ സാർ? എറിഞ്ഞു കൊടുക്കണോ? ഓക്കെ സാർ. സാർ, മുതല മീൻ തിന്നുന്നില്ല. ഏ, തിന്നുന്നില്ലേ? എന്നാ പിന്നെ കുറച്ച് ജിലേബി വാങ്ങിച്ചിട്ട് കൊടുക്കണോ? എടോ, മുതല കാണുന്ന രീതിയിൽ മീൻ ഇട്ട് കൊടുക്കണോ? സാർ, ഞാൻ വീണ്ടും മീനിടുകയാണ്. സാർ, മുതല എന്റെ നേരെ വരുന്നു. വലിക്കൂ സാർ, വലിക്കൂ. ഓടായിട്ട് വലിക്കണോ? സാർ, രക്ഷിക്കൂ സാർ. സാർ, വേഗം വലിക്കൂ സാർ. വലിച്ച് കഴിക്കണോ? മുതല പിന്നെ അങ്ങോട്ട് പോയി. ഛെ, വല്ല നടക്കോ? ഒന്ന് കരഞ്ഞിട്ട് പോടോ. വരൂ വരൂ, അകത്തിരിക്കാം. വരൂ. അമ്മ, മോളെവിടെ? മോൾക്ക് അർജന്റ് ഓഫീസിൽ നിന്ന് പോകേണ്ടി വന്നു. ഇപ്പൊ ചെത്തും. പണ്ടത്തെ പോലെ അല്ലല്ലോ, പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് വെച്ച് ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? ശ്രീയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നപ്പോ ഞാനും വീട്ടിലില്ലായിരുന്നു. ആഹാ. എല്ലാരും എത്തിയതിന് ശേഷം ഞാൻ കോളേജിൽ നിന്ന് വന്നത്. അതെ, ടൈപ്പ് പഠിക്കാൻ പോയിട്ട് വന്നതാ. അല്ല, ഇനി മോള് കൂട്ടുകാരികളുമായിട്ട് സിനിമയ്ക്കോ കറങ്ങാനോ മറ്റോ പോയതാണോ? ഏയ്, അവൾ അങ്ങനൊന്നും പോവില്ല. ഒറ്റ മോളാണെങ്കിലും അധികം ഫ്രീഡം ഞാൻ കൊടുക്കാറില്ല. അതെ അതെ, മോളുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ. ഒന്ന് പുറത്തോട്ട് പോണെങ്കിൽ കൂടിയും അച്ഛനോട് ചോദിക്കും. പിന്നെ അവക്കിവിടെ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. വൈകിട്ട് ഞങ്ങൾക്ക് ശ്രീ ഗണേഷ് മാധവൻ സ്വാമിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ധൃതി വെക്കാന്ന് കരുതരുത്, സാരമില്ല, സമയത്ത്. ആ സ്വാമിയല്ലേ ഏതോ കേസിലോ പറ്റോ? അതൊക്കെ അസൂയക്കാരുണ്ടാക്കി പറയുന്നതാ. ആഹാ. സ്വാമി പറയുന്ന പോലെ ചെയ്താ എല്ലാം നമുക്ക് അനുകൂലമായേ വരും. സ്വാമി പറഞ്ഞ പൂജകൾ ചെയ്തിട്ടല്ലേ അവന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയത്. ആഹാ. അതുപോലെ ദുർഗാക്ഷേത്രത്തിൽ 3 കലം പൊങ്കാലയിടാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാച്ചിൽ കിട്ടിയില്ലേ 3 വിക്കറ്റ്. അടുത്ത കളിക്ക് മുമ്പ് കാളിക്ഷേത്രത്തിൽ 101 കലം പൊങ്കാല ഇടാനാ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കളി 10 പേരല്ലേ ഉള്ളൂ. അതിനല്ല, പെട്ടെന്ന് 100 വിക്കറ്റ് തികയ്ക്കാനാ. എന്റെ അച്ഛൻ എല്ലാം അറിഞ്ഞു കാണുമോ? ചിലപ്പോ നമ്മളെ രക്ഷിക്കാനായിരിക്കും. രക്ഷപ്പെടണം, രക്ഷപ്പെടണം. അല്ലെങ്കിൽ വേണ്ട. പോകുമ്പോ എന്തൊരു സ്മാർട്ട് ആയിരുന്നു. എന്താടാ വിളിക്കുന്നത് നിനക്ക്?
എങ്ങനെയുണ്ട് ശത്രു? അയ്യോ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. ആക്ടിങ് ആക്ടിങ്. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ നിന്റെ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വേദന കുറവുണ്ടോ? എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയാ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള നീലി. കാണട്ടെ കാണട്ടെ. അയ്യോ, ഞാൻ നീലിയല്ല, നീലകണ്ഠൻ. മംഗലശ്ശേരി നീലകണ്ഠൻ. കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി? ഭാവാഭിനയം കണ്ടില്ലേ? ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരെ ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ. നീ എന്താ ഇങ്ങനെയായെന്ന് എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ. എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ. വിടില്ല ഞാൻ. ഭ്രാന്തത്യ ജീവ ഓടിക്കോടാ. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേലിൽ നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡിട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രിന്ന് പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മൊട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടുക. എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗരപ്രദക്ഷിണം ചെയ്യും. അല്ലേടോ? രക്ഷപ്പെട്ട് കട്ടി പോട്ടിருக்க. ഇന്നത്തോടു കൂടി നിർത്തിക്കൊള്ളാം. രംഗേരി പെണ്ണ് എവിടേക്ക് ഈ കയറണേ? പെണ്ണെ ഇറങ്ങി. അതില് മാവില്ല എന്ന് പറഞ്ഞില്ലേ? അത് കേക്കാട്ടാ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തിയല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം. ജീവാ കയറിക്കുള്ളൂ. എന്താ ഇയാള് പോകുന്നില്ലേ? ഒരു കിതപ്പ്, ലേശം വിശ്രമിച്ചിട്ട് പോകാം. കേറി പോടാ. നോണമില്ലാത്ത എന്താ അവര് പറഞ്ഞു? ഒന്നുമില്ല. അവരിവിടുത്തെ വനിതാ സയ്യ പെശക കിട്ടിയ ഒന്നുമില്ല. ഒരു പാവ സ്ത്രീ. അവർക്ക് ശരീരം ഉണ്ടായിപ്പോ തെറ്റാണോ? പപ്പ എങ്ങനെ കുടിപ്പിക്കുന്നേ? നിന്റെ പ്രിയതം പറഞ്ഞു കേട്ടാ, ഞാനാ അവളുടെ പപ്പയെ കുടിപ്പിക്കുന്നതെന്ന്. എനിക്ക് കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല.
കുടിക്കാൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ കുട്ടികളെ കഷായം കുടിപ്പിക്കുന്ന പോലല്ലേ ഞാൻ ഈ ഒരു കുപ്പി അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. എടാ ശിവ, ഒരു തുള്ളി എനിക്ക് ക്യാൻസർ തന്നില്ല. ഞാൻ ഈ കാലിക്കുപ്പി മണപ്പിച്ചിരിക്കാൻ തുടങ്ങട്ടെ 1 മണിക്കൂറായി. നീ വണ്ടി എടുക്ക്. നിന്റെ ഹോസ്റ്റലിലെ മൈക്കിൾ ജാക്സന്മാര് ഒരു സ്മോൾ എനിക്ക് തരാതിരിക്കില്ല. സ്വീറ്റ് ബോയ്സ്. അങ്ങനെ എണ്ണീക്കുമ്പോ നിന്നെ കണ്ടില്ലെങ്കിൽ നാളെ പണി പോകും പറഞ്ഞേക്കാം. ഉണരാനോ? ഇനി നാളെ ഉച്ചക്ക് നോക്കിയാൽ മതി. ഇത് ഉറക്കമല്ല, ഒരു താൽക്കാലികമായ മരണം. ഉച്ചക്കല്ലടാ, ചാടിക്കോ ചാടിക്കോ വിളിച്ചങ്ങോട്ട് ചാടിക്കോ. എനിക്ക് അങ്ങനെ എന്താടാ ഈ അഭ്യാസമൊന്നും ഇവിടെ പറ്റില്ല. എന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, അപ്പൊ തുടങ്ങും. അനീതി, അക്രമം, അമിത മദ്യപാനം, ഇതൊന്നും ഞാൻ വെച്ചു ഉറപ്പിക്കൂല. പോട്ടെ മക്കളെ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പോയട്ടെ. ഇവര് ക്ലാസ്സിൽ പോയാ എങ്ങനെയാ ശരിയാവുക? കാളി പൂജ മുടക്കാൻ പറ്റുമോ? അതെ അതെ പറ്റുമോ? കാളി പൂജ മുടക്കണ്ട, കാളി പാലിയെ കൊള്ളൂ. അപ്പൊ പിന്നെ ആര് തുള്ളും? ആര് തുള്ളും? അങ്ങനെ അച്ചാറില്ലേ? ഇല്ലല്ലോ സുന്ദര. ഇല്ലെങ്കിൽ വേണ്ട. നിന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. ഒരിക്കലുമില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അല്ല, 5-6 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. ആക്സിഡന്റിൽ ഭാസ്കരൻ എന്ന ആൾ മരിച്ചു എന്നൊരു സത്യം. പക്ഷെ അത് നിന്റെ അച്ഛനാണെന്നുള്ളത് അസത്യം. ആദ്യം നിന്റെ അമ്മ ഭാസ്കരനെ വഞ്ചിച്ചു, പിന്നെ ഭാസ്കരൻ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിച്ചു. അതിനുള്ള ശിക്ഷ കാളി അമ്മ തരും. നിന്റെ അച്ഛൻ ഇപ്പോഴും ആ ചെത്തുകാരൻ ദാമോദരൻ തന്നെയാണോടാ? ശിവ, എന്താടാ ആ സുബോധോടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക? നമ്മുടെ സുന്ദരേട്ടനും അവിടെ പെട്ടിട്ടുണ്ട്. വാ. സ്വന്തം അച്ഛനെ മാറ്റുന്നോടാ? അച്ഛനെ മാറ്റി പറയുന്നോടാ? സാറേ, ഇവരെ എന്റെ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയേ. ഓഹോ, ഇവരാണോ? ഇങ്ങോട്ട് മാറിക്ക്. ഈ ഇരിക്കുന്ന ശ്രീമതി KP സരസ്വതി അമ്മയുടെ സരസുവിന്റെ എന്തോ എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? എന്തോ അല്ല സാർ, ഫ്രിഡ്ജ്. അതെ, ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? അതെ സാർ. അതെ. എങ്ങനെ കൊണ്ടുപോയി? പെട്ടിയോട്ടോയിൽ കയറ്റി. ഓട്ടോയ്ക്ക് എത്ര വാടക കൊടുത്തു? 120. ചായക്കാശ് 900. അയ്യോ, അപ്പൊ എത്രയായി മൊത്തം? 1020 രൂപ. അപ്പൊ അതും അക്കൗണ്ടിൽ കയറി. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത്? കൊച്ചുദേശമുള്ള സാർ. അതാരാണ്? മുതലാളി. എന്നിട്ട് ഫ്രിഡ്ജ് എവിടെ വെച്ചു? മുതലാളിയുടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്റെ പൊന്ന് സരസു, ഇപ്പൊ മനസ്സിലായില്ലേ ഫ്രിഡ്ജ് വന്ന വഴി? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മുതലാളി ഇടയ്ക്കൊക്കെ ഒരു വീട്ടിലേക്ക് വരണം. ഞാൻ വരാം. അപ്പൊ ചായക്കാശ് മുതലായി. അപ്പൊ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കട്ടെ. എന്ന് ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. പലിശയില്ലെങ്കിലും മുതല് കൊള്ളാം. ഇപ്പഴാ ശരിക്കും കണ്ടത്. ഈ വേഷം സാറിന് നല്ലത്. നല്ല ചേർച്ചയുണ്ട്. ഇതൊരു ഫാമിലി ട്രിപ്പാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞാൻ തന്നെ കൂടെ കൂട്ടിയത്. അനാവശ്യമായ കമന്റ്സ് ഒന്നും വേണ്ട. ഊർമിള പറഞ്ഞതിൽ തെറ്റില്ല സാർ. സാറിന് ഈ വേഷം മതി. സപ്പോർട്ട് വേണ്ട. കിഡ്നാപ്പിംഗ്, ചേസിംഗ്, ഫൈറ്റിംഗ്, അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിന് യോജിച്ചൊരു വേഷം ധരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു സ്ഥിരം ഗുണ്ട ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉച്ചയ്ക്ക് എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാം? ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ജയിൽ പുള്ളിയെ കിഡ്നാപ്പ് ചെയ്യാൻ, അല്ല തലവേദനയ്ക്ക് മരുന്ന് വാങ്ങാനല്ല. അവനെ ഇങ്ങോട്ട് കൈ കെട്ടിയാ പിന്നെ താൻ വേറെ ഓട്ടോ നോക്കണ്ടോ? ഓട്ടത്തോടെ ഓട്ടോ. അയ്യോ, തലപോണ കേസിലൊന്നും ഞാനില്ല. എനിക്ക് 2 ഭാര്യ ഒരു കുട്ടിയുള്ളതാ. എന്താ ഈ മൈക്കുളന്മാരുടെ പേര്? ഇവരെ ഗുണ്ടകളെന്ന് വിളിക്കരുത് സാർ. പിന്നെ എന്താണോ ഇവരുടെ പേര്? ഒരാൾ സത്യചന്ദ്രൻ, ഒരാൾ ഹരിചന്ദ്രൻ, ഒരാൾ സൗമ്യശീലൻ. പ്രസന്റ് സാർ. നല്ല സ്വഭാവ ഗുണമുള്ള ഭീകര ഗുണ്ട. താങ്ക് യു സാർ. താൻ ഇവര് ആശ്രമത്തിൽ നിന്നാണോ വിളിച്ചത്? തയ്യാറായിരുന്നു.